അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ആയേക്കണേ. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വാൾ ഡെക്കറാണ്. കംപ്ലീറ്റ് ആയിട്ടും വേസ്റ്റ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു വാൾ ഡെക്കറാണ് കേട്ടോ. നല്ല സിമ്പിളാണ്, എന്നാൽ നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ടും. അപ്പം ആ ഒരു വാൾ ഡെക്കർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ഫ്രെയിം ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കാർഡ്ബോർഡിൻ്റെ ഒരു റെക്റ്റാങ്കിൾ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ഞാനൊരു ഫ്രെയിം പോലെ ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 4 പീസ് ഇങ്ങനെ ഒരു കാർഡ്ബോർഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു 4 പീസിൻ്റെ 2 സൈഡിലായിട്ട് ഇതുപോലെ ഇങ്ങനെ ചെരിച്ചിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് നമ്മൾ ഫ്രെയിം ഉണ്ടാക്കിയാൽ നല്ലൊരു ഭംഗി ഉണ്ടാവും. ഈ ഫോട്ടോ ഫ്രെയിം ഒക്കെ ഉണ്ടാവില്ല, അതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ഒട്ടിക്കുന്ന സമയത്ത് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കറക്റ്റ് ആ ഒരു ജോയിൻറ്റിൽ തന്നെ കിട്ടുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും. അങ്ങനെ നമ്മൾ ആ ഒരു 4 പീസ് ഇങ്ങനെ ഒട്ടിച്ചൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ ഒരു നടുക്ക് ഒരു നല്ലൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ഒരു കോട്ടൻ്റെ ഒരു നെറ്റിൻ്റെ ഫാബ്രിക്കാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ മുറിവൊക്കെ പറ്റുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു നെറ്റിൻ്റെ ക്ലോത്ത് ഉണ്ടല്ലോ, അപ്പോൾ അത് കുറേ എൻ്റെ കയ്യിലുണ്ട് എക്സ്പയർ ആയിട്ട് കിടന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം കോട്ടൻ്റെ നൈസായിട്ടുള്ള ഫാബ്രിക്കൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ വേണമെങ്കിൽ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുത്താലും മതി കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു ഫ്രെയിമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് മൊസമ്പിയുടെ തൊലിയാണ്. അപ്പോൾ മൊസമ്പിയുടെ തൊലി ഇങ്ങനെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണല്ലോ യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു തൊലി ഇങ്ങനെ 2-3 ദിവസം ഇങ്ങനെ ഒന്ന് ഉണക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരുപാട് ഉണങ്ങരുത് കേട്ടോ. അങ്ങനെ കുറച്ചൊന്നും ഇങ്ങനെ ഫ്ലെക്സിബിളായിട്ട് നിൽക്കണം. നല്ലൊരു ഉറപ്പാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. എന്നാൽ തീരെ ഉണങ്ങാതിരിക്കും ചെയ്യരുത്. ആ ഒരു പരുവത്തിലാണ് നമുക്കിങ്ങനെ ക്രാഫ്റ്റിനൊക്കെ വേണ്ടത് കേട്ടോ. അപ്പം ഞാൻ അതിൽ നിന്ന് ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ ഒരു സിസേഴ്സ് ഉപയോഗിച്ചിട്ട് ഒരു ഹാർട്ട് ഷേപ്പായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ കുറച്ചധികം ഒരു ഹാർട്ട് ഷേപ്പും കൂടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു തൊലിയൊക്കെ വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ ഒരേ സൈസിൽ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പേപ്പറിൽ ഇങ്ങനെ ആദ്യം ഒരു ഹാർട്ട് ഷേപ്പ് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വരച്ചെടുത്താൽ മതി. ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ ഒരേ സൈസിൽ തന്നെ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളൊരു 6 എണ്ണം ഇങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ആ ഒരു തൊലിയിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള ഒരു ബാലൻസ് വന്നിട്ടുള്ള അതിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. കുറച്ചൊരു നീളത്തിലുള്ളൊരു ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഒരേ സൈസിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ അത് തന്നെ വെച്ചിട്ട് ഇങ്ങനെ കുറച്ചും കൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് 1-2 ദിവസം ഒന്ന് ഡ്രൈ ആക്കാൻ വെക്കണം കേട്ടോ. വെയിലത്തൊക്കെ ഇങ്ങനെ വെച്ചിരുന്നാൽ മതി. അപ്പോൾ വെയിലൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും അത് നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ അങ്ങനെ ഡ്രൈ ആകുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു സൈസൊക്കെ ഇങ്ങനെ ചുരുങ്ങിയിട്ട് കുറച്ചൊരു ഡാർക്ക് കളറായിട്ട് വരും കേട്ടോ. ഒരുപാട് ഇങ്ങനെ ഡ്രൈ ആവരുത്. അങ്ങനെ ആകുന്ന സമയത്ത് നമ്മളിങ്ങനെ വളയ്ക്കുന്ന സമയത്തൊക്കെ അത് പൊട്ടിപ്പോവും. ഇപ്പോൾ ഇതിപ്പോൾ ഒരുപാട് ഡ്രൈ ആയിട്ടുണ്ടെങ്കിലും പൊട്ടിപ്പോകുന്നൊന്നുമില്ല. പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ ചീത്തയായിട്ട് പോകും കേട്ടോ. അപ്പോൾ നമ്മളതിങ്ങനെ കുറച്ചധികം ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് പെയിൻറ്റ് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഓറഞ്ച് കളർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു പേൾ കളറാണ് കേട്ടോ. അപ്പോൾ പേൾ കളർ ആകുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ഗ്ലൈസിങ് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളെ കയ്യിൽ പേൾ കളർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ആക്രിലിക് പെയിൻറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിലെ കുറച്ച് ഹാർട്ട് ഷേപ്പൊക്കെ ഇങ്ങനെ ആ ഒരു പേൾ ഓറഞ്ച് വെച്ചിട്ടൊന്നിങ്ങനെ പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്രിംസൺ റെഡാണ്. ആ ഒരു കളർ വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് ഹാർട്ട് ഷേപ്പും കൂടെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ കളേഴ്സൊക്കെ നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടം, അതുപോലെ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ കളേഴ്സാണ് അവൈലബിൾ എന്ന് വെച്ചാൽ അതിനനുസരിച്ച് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ പൊതുവേ ഇങ്ങനെ എപ്പോഴായാലും ആ ഒരു ഫ്ലവേഴ്സിനും ഒക്കെ വേണ്ടിയിട്ട് റെഡും ഓറഞ്ചൊക്കെ തന്നെയാണ് യൂസ് ചെയ്യാം. അപ്പോൾ അതുപോലെ നിങ്ങൾ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു സൈഡിലൊക്കെ നന്നായിട്ടൊന്ന് ഇങ്ങനെ പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ കുറച്ച് ഹാർട്ട് ഷേപ്പൊക്കെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആ ഒരു ഗ്രീൻ കളർ വെച്ചിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇങ്ങനെ കട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഹാർട്ട് ഷേപ്പ് ഞാനിവിടെ മാറ്റി വെക്കുകയാണ്. കാരണം നന്നായിട്ട് ഡ്രൈ ആവാത്തതാണ്, ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ചിൻ്റെതായിരുന്നു. അപ്പോൾ അത് യൂസ് ചെയ്യുന്ന സമയത്ത് പൂപ്പലൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ അതിവിടെ എടുക്കുന്നില്ല കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ക്രേ പേപ്പർ ഇങ്ങനെ റോൾ ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഫ്രെയിമിന് ഞാനിവിടെ ബ്ലാക്ക് കളർ പെയിൻറ്റൊക്കെ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ലായിരുന്നു. 2 കോട്ട് പെയിൻറ്റ് അടിച്ചിട്ട് അത്രക്കൊരു ഫിനിഷിംഗ് ഒന്നും ആ ഒരു കളറിനൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് ആ ഒരു സ്റ്റമ്മും ഒക്കെ ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ക്രേ പേപ്പർ ഇങ്ങനെ സ്റ്റെമ്മ് പോലൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ക്രേ പേപ്പർ ഞാൻ ഫെവിക്കോൾ വരെ യൂസ് ചെയ്യാതെ ഒന്നിങ്ങനെ റോൾ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അതിൻ്റെ ലിങ്ക് ഞാനൊന്ന് കമൻറ്റിലൊന്ന് പിൻ ചെയ്തിട്ടാം. ഒന്ന് കാണാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. കാരണം ബോട്ടിൽ ആർട്ടിനും അതുപോലെ വാൾ ഡെക്കറിനൊക്കെ നമുക്ക് നല്ല ലാഭമാണ് ഇങ്ങനത്തെ ഒരു ക്രേ പേപ്പർ റോൾ ചെയ്തെടുക്കുന്ന സമയത്ത്. അങ്ങനെ നമ്മൾ ആ ഒരു ക്രേ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്റ്റെമ്മ് പോലെയൊക്കെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഹാർട്ട് ഷേപ്പൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഹാർട്ട് ഷേപ്പ് ഇങ്ങനെ അടുത്തടുത്തായിട്ട് ഒട്ടിച്ചിട്ട് ഒരു 5 എണ്ണം വെച്ചിട്ട് ഒരു ഫ്ലവറിൻ്റെ ഒരു മോഡലാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്.
ഇങ്ങനെ ഒരു 5 എണ്ണം വെച്ചിട്ട് ആ ഒരു ഫ്ലവർ പോലെ ചെയ്തെടുത്തപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. ആദ്യം ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് ഒരു 4 എണ്ണം വെച്ചിട്ടായിരുന്നു. പക്ഷേ അത്രയ്ക്കൊരു ഭംഗിയില്ലാത്ത പോലെ തോന്നിയപ്പോൾ അത് പറിച്ചെടുത്തിട്ട് ഇങ്ങനെ വീണ്ടും ഇങ്ങനെ 5 എണ്ണം വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഒട്ടിച്ച് നോക്കിയപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇങ്ങനെ ചെയ്തപ്പം. അപ്പം 4 എണ്ണം വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു 4 ഫ്ലവർ ചെയ്യാനുള്ളതുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ 5 എണ്ണം വെച്ച് ആക്കിയപ്പോൾ പിന്നെ ഇനിയിപ്പോൾ 2 ഒരു ഹാർട്ട് ഷേപ്പും കൂടി അങ്ങനെ ബാക്കിയുള്ളത്. അപ്പോൾ ഒരു ഫ്ലവറിന് ബാക്കിയില്ല. അപ്പോൾ പിന്നെ ഞാൻ അതൊരു ബഡ് പോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ക്രേ പേപ്പർ വെച്ചിട്ട് ഒരു കുഞ്ഞ് സ്റ്റെമ്മ് പോലെ ഇങ്ങനെ ചെയ്തെടുത്തിട്ട് ആ ഒരു ഹാർട്ട് ഷേപ്പ് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഹാങ് ചെയ്തിരുന്ന രീതിയിൽ ചെയ്തപ്പം നല്ലൊരു ഭംഗിയുണ്ട് അങ്ങനെ ചെയ്ത സമയത്ത്. എനിക്ക് ജസ്റ്റ് ഇങ്ങനെ ആ ടൈമിൽ ഇങ്ങനെ തോന്നിയതാണ് അങ്ങനെ ചെയ്ത് നോക്കാമെന്ന്. പിന്നെ അതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ലീവ്സൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ഓറഞ്ചിൻ്റെ സീഡ്സ് ആണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ നടുക്ക് ഇങ്ങനെ കുറച്ച് ബ്ലാങ്ക് ആയിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചിട്ട് 2-3 എണ്ണം ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തെടുത്തപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. ഫ്ലവറിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു പൂമ്പൊടിയൊക്കെ പോലെ ഉണ്ട്. ഇനിയിപ്പോൾ ഓറഞ്ചിൻ്റെ സീഡ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കുഞ്ഞു കുഞ്ഞു സീഡ്സൊക്കെ യൂസ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ അതും അല്ലാന്നുണ്ടെങ്കിൽ ബീഡ്സോ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റോൺസൊക്കെ വേണമെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ അതുപോലെ ആ ഒരു ബഡ്സിനും ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് അത്ര ഭംഗിയില്ലാന്ന് തോന്നിയപ്പോൾ ഞാൻ പിന്നീട് ഇങ്ങനെ അത് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു സീഡ്സിന് ഇങ്ങനെ പെയിൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ലെമൺ യെല്ലോ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ടൊന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ 2 ബഡ്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് ഞാനിങ്ങനെ ഓറഞ്ച് കളറും ഒന്നിങ്ങനെ റെഡ് കളറും ആക്കി ചെയ്ത് കൊടുത്തു. പിന്നെ അതുപോലെ ആ ഒരു ലീവ്സിനൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ആ ഒരു യെല്ലോ കളർ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെ ചെയ്യണം എന്നൊന്നുമില്ല. ഞാൻ എന്താണെന്ന് വെച്ചാൽ ആദ്യം 4 പെറ്റൽ വെച്ചിട്ട് ഇങ്ങനെ 4 ഫ്ലവറായിട്ട് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ആ ഒരു പെറ്റലിൻ്റെ എണ്ണം ഇങ്ങനെ കൂട്ടിയല്ലോ ഫ്ലവറിൽ. അപ്പോൾ പിന്നെ 2 എണ്ണം ഇങ്ങനെ ബാക്കി വന്നപ്പോഴാണ് ആ ഒരു ബഡ്സ് പോലെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. പക്ഷേ നല്ലൊരു ഭംഗിയുണ്ട്. എനിക്ക് തോന്നുന്ന ആ ഒരു ഫ്ലവറിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് ആ ഒരു ഹാർട്ട് ഷേപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഒരു ബഡ് പോലെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. എന്നാൽ ആ ഒരു ഫ്രെയിമിന് ഇങ്ങനെ ഒരു ഭംഗിയില്ലാത്ത പോലെ തോന്നുക. കാരണം നമ്മൾ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചിട്ട് അത്രക്കൊരു ഫിനിഷിംഗ് ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മൾ ആ ഒരു മെറ്റാലിക് കളർ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കോപ്പർ കളറാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇതുപോലെ തന്നെ മുസമ്പിയുടെ തൊലി വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വാൾ ഡെക്കർ ആയിരുന്നു. പഴയ ഒരു പ്ലേറ്റൊക്കെ റീയൂസ് ചെയ്തിട്ടുള്ളതാണ്. നല്ലൊരു ഭംഗിയുള്ളതാണ് കേട്ടോ കാണാനായിട്ട്. ഇതിപ്പോൾ ഒരുപാടായി ഉണ്ടാക്കിയിട്ട് ചീത്തയായി പോയിട്ടൊന്നുമില്ല. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഞാൻ കമൻറ്റിലൊന്ന് അതിൻ്റെ ഒരു ലിങ്കും കൂടെ ഒന്ന് പിൻ ചെയ്തിട്ടിടാം. അപ്പോൾ ഇന്നത്തെ വാൾ ഡെക്കർ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം കംപ്ലീറ്റ് ആയിട്ടും വേസ്റ്റ് മെറ്റീരിയൽ മാത്രമാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ആ ഒരു പെയിൻറ്റിൻ്റെ ചിലവ് മാത്രമേ വന്നിട്ടുള്ളൂ. ഞാൻ ഇതുവരെ ആരും ഇതുപോലെ ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് കണ്ടിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. കാരണം റംസാൻ്റെ സമയത്ത് ഒരുപാട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഒരു മുസമ്പിയും ഓറഞ്ചൊക്കെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തൊലി വെച്ചിട്ട് ഇങ്ങനെ എന്ത് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതായിരുന്നു. പക്ഷേ ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു രീതിയിലല്ല ഒട്ടിച്ച് വന്നപ്പോൾ അതിനേക്കാൾ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. ഞാനിതുപോലെ മുസമ്പിയുടെ തൊലിയും ഓറഞ്ചിൻ്റെ തൊലിയും അതുപോലെ ചെറുനാരങ്ങയുടെ തൊലിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പല രീതിയിൽ ബോട്ടിലായിട്ടും നമ്മൾ വാൾ ഡെക്കറൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാരണം നല്ല ന്യൂ ഐഡിയ ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നീട് ഇങ്ങനെ ചെയ്തെടുക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. നിങ്ങളിങ്ങനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ കമൻറ്റൊക്കെ ചെയ്യുന്ന സമയത്താണ് നമുക്ക് വീണ്ടും ഓരോന്നിങ്ങനെ ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷനൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എപ്പോഴും പറയാനുള്ള പോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ക്രാഫ്റ്റിന് ഇൻട്രസ്റ്റിംഗ് ഉള്ള ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. നമ്മൾ കഴിഞ്ഞ ദിവസം ചെറുനാരങ്ങയുടെ തൊലി വെച്ചിട്ടൊരു ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു നല്ലൊരു ഭംഗിയുണ്ട് എന്നുള്ളത്. അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ ചെയ്തിട്ടുള്ളതും ചെറുനാരങ്ങയുടെ തൊലി വെച്ചിട്ട് ഫ്ലവർ പോലെയൊക്കെ ചെയ്തെടുത്തിട്ടുള്ളതായിരുന്നു. പിന്നെ കാണുന്ന 2 ബോട്ടിലും ഞാൻ മുസമ്പിയുടെ തൊലി വെച്ച് ചെയ്തെടുത്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത പിക്ചേഴ്സൊക്കെ അയച്ചേണ്ടത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കുമാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് കേട്ടോ തന്നിട്ടുള്ളത്. അപ്പോൾ പിക്കൊക്കെ അയക്കാൻ വന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. നമ്മളെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM അപ്പം അടുത്ത ദിവസം ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.